ഞാൻ അന്നേ പറഞ്ഞ ഈ ചൊവ്വാദോഷമുള്ള കുട്ടീനെ വേണ്ടാന്ന്. ഇപ്പൊ എന്തായി? കെട്ടിയിട്ട് മാസം 2 കഴിഞ്ഞില്ലേ? ചെക്കന് കണ്ടകശനി തുടങ്ങി. പ്രിയ മരുന്നിന്റെ ലിസ്റ്റ് എടുത്ത് റൂമിന് പുറത്തേക്ക് നടന്നു. വിഷമായിട്ടുണ്ടാവണം ഈ അമ്മയുടെ ഒരു കാര്യം. എന്താ എങ്ങനെയാ പറയുന്നൊരു ബോധവുമില്ല. ഞാൻ കണ്ണടച്ച് ബെഡിൽ കിടന്നു. ബന്ധുക്കളെല്ലാം മുറിയിൽ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. അമ്മക്ക് ബോധമുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവളെന്തിനെങ്ങനെ കൊച്ചാക്കുന്നത്? അവൾക്ക് എന്ത് വിഷമായിട്ടുണ്ടാവും? അവളെന്റെ ഭാര്യ, അല്ലാതെ അടിമയല്ല. എന്ത് ചെയ്താലും അവൾക്ക് കുറ്റം മാത്രം. അമ്മയുടെ മോൾക്കായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ പറയായിരുന്നോ? ഇനിയിപ്പോൾ അങ്ങനെ ഒരു ദോഷം അവൾക്കുണ്ടെങ്കിൽ അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. അതിലവൾ എൻ്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പാ. അത് മതി എനിക്ക്. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല തെറ്റ്. ചെക്കൻ ആ പെണ്ണിന്റെ തൊലിവെളുപ്പിൽ മയങ്ങി. നീ തന്നെ അനുഭവിച്ചോ. അതൊരു പാവായതുകൊണ്ടാ അമ്മേ. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരാരും ഇത്രയ്ക്ക് താണുതരില്ല. മരുന്ന് മേശപ്പുറത്ത് വെച്ച് എൻ്റെ അടുത്ത് വന്ന് നിന്ന് കയ്യിൽ ചെറുതായിട്ടൊന്നുള്ളി കണ്ണുകൊണ്ട് വേണ്ട എന്നൊക്കെ അവൾ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അമ്മയെ മരുമകൾ തലക്കടിച്ചു കൊന്നു. കൊല്ലം. അച്ഛൻ ന്യൂസ് പേപ്പർ എടുത്ത് ഉറക്കെ വായിച്ചു. അമ്മ അച്ഛനൊരു നോട്ടം നോക്കി ഇറങ്ങിപ്പോയി. അതിനിച്ചിരി വട്ടാ മോളെ. കണ്ടതും കേട്ടതൊക്കെ വിശ്വസിക്കും. അല്ലാതെ ഉള്ളിലൊന്നുമില്ല, തലയിലും. എൻ്റെ മോള് വിഷമിക്കണ്ട. അച്ഛന് പ്രിയ ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടികളില്ല എന്ന അച്ഛൻ്റെ പരിഭവം മാറിയത് പ്രിയ എൻ്റെ കൈപ്പിടിച്ച് കയറിയതിൻ്റെ പിറ്റേന്ന് മുതലാണ്. അവൾക്കും ജീവനാണ്. എല്ലാത്തിനും സപ്പോർട്ടാണ് അച്ഛൻ. അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ജാതകം. എന്നാലും എൻ്റെ ഇഷ്ടത്തെ ഞാൻ കൂടെ തന്നെ നിർത്തി. അതിൻ്റെ പരിഭവം അമ്മയ്ക്ക് എന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ദുരിതങ്ങൾ എന്ത് കടന്നു വന്നാലും എല്ലാതും പ്രിയക്ക് അവകാശപ്പെട്ടതാണ്. എന്തിനാ അമ്മയോട് ഇങ്ങനെ തർക്കിക്കുന്നു? പിന്നെ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ അങ്ങനെ. അമ്മമാരെ വിഷമിപ്പിച്ചാലേ ഈശ്വരകോപം കിട്ടും. ആണോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ മുഖം വീർപ്പിച്ച് തിരിഞ്ഞിടന്നു. അല്ലെങ്കിലും ആദ്യം പ്രതിയാക്കുന്ന രീതിയാണ് പ്രിയക്ക്. കുറ്റങ്ങളെല്ലാം അവൾ ഏറ്റെടുക്കും. അതുതന്നെയാണ് പതിവ്. അച്ചോടാ, ചക്കരക്കുട്ടി പിണങ്ങിയോ? വിരൽ കൊണ്ട് അവൾ പുറത്ത് തോണ്ടുന്നുണ്ട്. ഞാൻ ഒറ്റ അടി വെച്ച് കൊടുത്തു. അയ്യോ എൻ്റെ കൈ. പ്രിയ ഒന്ന് കരഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ തിരിഞ്ഞു. കയ്യെങ്ങാനും ഒടിഞ്ഞോ ദൈവമേ. ചിരിച്ചുകൊണ്ട് അവൾ എന്നെ നോക്കി ഇരിപ്പുണ്ട്. ഞാൻ കയ്യിൽ പിടിച്ചെന്ന് അമർത്തി നോക്കി. ഒരു കുഴപ്പമില്ല. ആക്ടിങ് ആണല്ലേ? ആ അതെ. എന്തിനാ ഇങ്ങനെ? മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കൊരു സങ്കടമില്ല. എൻ്റെ ഏട്ടനുണ്ടല്ലോ എന്നെ വിശ്വസിക്കാൻ. പിന്നെ എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത്? അമ്മയോട് ഈ കാര്യം പറഞ്ഞ് അടികൂടിയാലുണ്ടല്ലോ ഒരു കുത്തങ്ങ് വെച്ചിടും ഞാൻ. പിന്നെ ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ? പോവണ്ടേ? അതിന് മാത്രമൊന്നും പറ്റിയിട്ടില്ല. കാലുളുക്കി ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. 2 ദിവസം റെസ്റ്റ് എടുത്താൽ ശരിയാവും. അത്രയേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ മോൻ എഴുന്നേറ്റ് വാ, പോവാം. ചൊവ്വാദോഷക്കാരിയുടെ ഭർത്താവാ. ഇവിടെ കിടന്ന് കാശ് ചെലവായാലേ പിന്നെ അതും എൻ്റെ തലയിലാവും. പ്രിയ ചിരിച്ചു. അതൊരു തമാശയാണെങ്കിലും എനിക്ക് എന്തോ പോലെ തോന്നി. അവളുടെ തോളിൽ കൈയിട്ട് ആശുപത്രിയിൽ നിന്നിറങ്ങി. വരാന്തയിൽ നിന്ന് അച്ഛനും പിടിച്ചു. അവളിങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കാൻ അല്ലെങ്കിൽ നല്ല രസമാണ്. ഉളുക്ക് സീസൺ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ബിസിനസ് ഒന്ന് ഡള്ളായി. അതിൻ്റെ കുറ്റവും നേരെ പോയത് അവളുടെ തലയിൽ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം അമ്മയെല്ലാം കണ്ടുപിടിച്ച്. നാട്ടിലെ മികച്ച കണ്ടുപിടുത്തക്കാർ അയൽക്കൂട്ടം ചേച്ചിമാരായിരുന്നു. അവരുടെ അരമണിക്കൂർ നേരത്തെ ചർച്ചയിൽ ഇപ്രാവശ്യത്തെ വിഷയം പ്രിയായിരുന്നു. അവരത് ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. കൂടെയുള്ള ഇത്തരം അനുഭവങ്ങൾ എന്നെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി. അന്നൊരു ദിവസം പുതിയ ബിസിനസ്സിനെ കുറിച്ച് കൂട്ടുകാരനോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു കളിവാക്കായിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എൻ്റെ പെണ്ണിനെ ചൊവ്വാദോഷമുണ്ട്. ചെയ്യുന്നെല്ലാം വിഫലായിട്ട് പോവുകയുള്ളെന്ന് പറയുന്ന എല്ലാവരും. നിങ്ങൾ തുടങ്ങിക്കോ. എന്തിനാ ഞാനായിട്ട് ഇല്ലാതാക്കുന്നത്? ഉറക്കെ ചിരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ മുഖമെല്ലാം വിളറി കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെയാണ് കണ്ടത്. ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച് അവൾ അങ്ങ് പോയി. ഒന്നും മിണ്ടിയത് പോലുമില്ല. ഞാനാകെ ടെൻഷനായി. അവളത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവണം. അന്ന് മുഴുവൻ എനിക്ക് പിടിതരാതെ പ്രിയ അവിടെയുടെയുമായി കഴിച്ചു കൂട്ടി. 1 മിനിറ്റ് എന്നോട് മിണ്ടാണ്ടിരിക്കാത്ത പെണ്ണാണ്. പിച്ചിയും നുള്ളിയും തോണ്ടി എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അടികൂടാൻ. ചുറ്റും നോക്കി, ആരുമില്ല. അച്ഛനും അമ്മയൊന്നും ആ ചുറ്റുവട്ടത്തിലില്ല. പ്രിയ ഒറ്റയ്ക്ക് അടുക്കളയിൽ വെച്ച് എന്നെ കിട്ടി. ഒന്നും നോക്കിയില്ല. നേരെ പോയി കാലിൽ തന്നെ വീണു. അയ്യോ എന്താ ഇത്? ഒന്ന് എണീക്ക്, ആരെങ്കിലും കാണും. പ്രിയ ഷർട്ടിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. സോറി, ഞാൻ അങ്ങനെയൊന്നും. അവിടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടു. എന്നെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കരഞ്ഞു. ഞാനൊന്നും മിണ്ടാണ്ടിരുന്ന പേട്ടൻ ഇങ്ങനെയായെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? തേങ്ങലിനിടയിൽ അവൾ എന്നോട് ചോദിച്ചു. എന്തായാലും ആ പ്രശ്നം അവസാനിച്ച് നല്ല കാലം തുടങ്ങിയെന്ന് വേണം പറയാൻ. പുതുതായി തുടങ്ങിയ ബിസിനസ് നല്ല ലാഭത്തിലായി. കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥിയും വരവറിയിച്ചു. സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ അങ്ങനെ പൂത്തു നിന്നു. ആയിടക്കാണ് അനിയന് പെണ്ണ് നോക്കുന്നത്. ജാതകപ്പൊരുത്തം നോക്കുന്ന ദിവസമാണിന്ന് വീട്ടിൽ. 2 പേരും ഇഷ്ടത്തിലായിട്ട് കുറച്ച് ദിവസങ്ങളായി. വീട്ടിൽ പിടിച്ചത് ഞാൻ തന്നെയാണ്. പെട്ടെന്ന് തന്നെ അതൊരു പ്രപ്പോസലാക്കി. ഹൈ, ഇതങ്ങോട്ട് ചേരുമെന്ന് തോന്നണില്ല. കുട്ടിക്ക് ചൊവ്വാദോഷമുണ്ടേ. വൈദവ്യം കാണുന്നുണ്ട്. വേറെ നോക്കുന്നതായിരിക്കും ഉത്തമം. കണിയാ മുഹൂർത്തം കുറിച്ചോളൂ. കുട്ടി ഇത് തന്നെ മതി. അച്ഛനും ഞാനും അനിയനും അമ്മയെ കണ്ണു തള്ളി നോക്കി. അമ്മ തന്നെയാണ് ഇത് പറയുന്നതെന്ന മട്ടിൽ. പൊരുത്തം വേണ്ടത് ആ മനസ്സുകൾ തമ്മില. അത് വേണ്ടുവോളുണ്ട്. അമ്മ പ്രിയയെ ചേർത്ത് നിർത്തി പറഞ്ഞു. ചുറ്റിക്കറങ്ങി എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട്
ഇതല്ലാതെ മറ്റൊന്നുമില്ല വിലപിടിപ്പുള്ളതായിട്ട് എനിക്ക് ഈ ജീവിതത്തിലെന്ന്. സ്നേഹത്തെ ആട്ടി അകറ്റുന്നവരല്ല, അടുപ്പിക്കുന്നിടത്താണ് ആശ്വാസത്തിൻ്റെ വിലയേറുന്നത്. ചിലപ്പോൾ അതായിരിക്കും ദൈവത്തിനും ഇഷ്ടം.